ഒരുപക്ഷെ നീ ദൈവത്തെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ദൈവത്തിന് വില കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മറ്റു പലതിനോടും നീ പൂർണ്ണമായിട്ട് അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ, അതിനെ അതിജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, ചിലതിനോട് നീ നോ പറയുമ്പോൾ തന്നെ ദൈവം നിന്നെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ജോസഫിനെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നത്, ഈ ജോസഫ് ഈ ജീവിതത്തിൽ ദൈവത്തെ മാനിക്കുന്നതിനായിട്ട് ജീവിതം മാറ്റിവെച്ചത്. ദാവീദിന്റെ ജീവിതം എടുക്കുമ്പോൾ അറിയാം, അപ്പൻ ജീവിതത്തില് തന്റെ മക്കൾക്ക് നൽകിയ സ്നേഹത്തില് അപ്പന് പ്രിയപ്പെട്ടവരുടെ ഗണത്തിൽ ഈ ദാവീദ് പെട്ടിട്ടില്ല. ജസയ്ക്ക് പ്രിയപ്പെട്ടവരുടെ ഗണത്തിൽ ദാവീദ് ചേർക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അപ്പൻ ഇവനെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്, ആടുകളെ മേയ്ക്കുക. അപ്പൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന് അവൻ വില കൊടുത്തത് കൊണ്ട് ദൈവം അവനെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് മാറി. ഈശോമിശിഹായിൽ എത്ര സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൽ വില കൊടുത്താൽ ദൈവത്തിന്റെ കൃപയൊഴുകും. വില കൊടുക്കാതെ ഒരിക്കലും ജീവിതത്തിൽ അനുഗ്രഹം നിന്റെ കൂടത്തിൽ വരികയില്ല. ഇന്ന് വളരെ ലാഘവത്തോടുകൂടെ തന്നെ ജീവിതത്തിൽ അല്പം പോലും ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാതെ, അധ്വാനം മാറ്റിവെക്കാതെ, കണ്ണുനീരൊഴുക്കാതെ എല്ലാം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ബൈബിളിലൂടെ ധ്യാനിക്കുമ്പോൾ അറിയാൻ പറ്റും, ആരൊക്കെ ജീവിതത്തിൽ വില കൊടുത്തിട്ടുണ്ടോ, ദൈവിക കാര്യങ്ങൾക്ക് വില കൊടുത്തിട്ടുണ്ടോ, അവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം വില കൊടുത്തിട്ടുണ്ടോ, അവരെയൊക്കെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. അബ്രാഹത്തെ ദൈവം വിളിക്കുന്ന സന്ദർഭത്തില് ദൈവമായ കർത്താവ് അബ്രാഹത്തിനോട് പറയുകയാണ്, നിനക്ക് ഉള്ളതിനെ എല്ലാം വിട്ടിട്ട് നീ ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വരിക. അബ്രാഹം കൊടുത്ത വിലയാണ് ജീവിതത്തിൽ തനിക്കുള്ളതിനെ എല്ലാം ഇട്ടിട്ട് ഈശോയുടെ പിന്നാലെ ഇറങ്ങുക. അതുകൊണ്ടാണ് അബ്രാഹത്തോട് ദൈവം പറയുന്നത്, നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. എന്തുകൊണ്ടാണ് അബ്രാഹത്തിന് അനുഗ്രഹമായിട്ട് മാറിയത്? അബ്രാഹം ഒരു അനുഗ്രഹമായിട്ട് മാറാൻ കാരണം അബ്രാഹം കൊടുത്ത വിലയാണ്. പിന്നീട് പരിശോധിക്കുമ്പോൾ അറിയാം, അതേ അബ്രാഹത്തോട് വീണ്ടും ദൈവം പറയാണ്, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ നീ ദൈവത്തിന് ബലി അർപ്പിക്കുക. അതിനും അബ്രാഹം കൊടുത്തു വില. കണ്ണുനീരോടുകൂടിയാണ് മലയുടെ മുകളിലേക്ക് പോകുന്നത്. വില കൊടുക്ക് ദൈവത്തിന് വേണ്ടി ഏക മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ കൊടുത്ത അഭിഷേകമാണ് തലമുറകൾ. ഏക മകനെ തനിക്കുണ്ടായ ഏക മകനെ ബലി കഴിക്കുവാൻ സന്മനസ് കാണിച്ചപ്പോൾ ദൈവം അബ്രാഹത്തിന് നൽകിയ അനുഗ്രഹമാണ് തലമുറകളുടെ, വിശ്വാസികളുടെ മുഴുവൻ പിതാവായി. പ്രിയപ്പെട്ടവരെ, വില കൊടുത്തതിന്റെ അഭിഷേകമാണ് വിശ്വാസികളുടെ മുഴുവൻ പിതാവായിട്ട് മാറിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വിശുദ്ധിക്ക് വില കൊടുത്ത ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ജോസഫ് പൊത്തിഫറിന്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പൊത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയവനാണ്. അതിന് ദൈവം നൽകിയ അനുഗ്രഹമാണ് ഈജിപ്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയായി അവനെ ദൈവം മാറ്റുകയാണ്. അവൻ ആ വീട്ടിൽ വിശുദ്ധിക്കെതിരായിട്ടുള്ള പ്രലോഭനത്തിന് കീഴ്വഴങ്ങി ആ പാപത്തിന് അവൻ സമ്മതിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പൊത്തിഫറിന്റെ ഭവനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ട് അല്ലെങ്കിൽ കാര്യസ്ഥനായിട്ട് അവൻ മാറിയേനെ. പക്ഷേ അവൻ ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുത്തപ്പോൾ, വിശുദ്ധിക്ക് വില കൊടുത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, പൊത്തിഫറിന്റെ പ്രധാനപ്പെട്ട കാര്യസ്ഥനല്ല, ഈജിപ്തിന്റെ ഒരു പ്രധാനപ്പെട്ട അധികാരിയായിട്ട് ദൈവം അവനെ മാറ്റി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനുമായിട്ട് സന്ധി ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില ജീവിതത്തില് ചില മാറ്റങ്ങൾ നമ്മൾ വരുത്താറുണ്ട്, അല്ലെങ്കിൽ ചിലതായിട്ട് നമ്മൾ സന്ധി ചെയ്യാറുണ്ട്, പാപവുമായിട്ട് സന്ധി ചെയ്യാറുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളുക, നീ വലിയൊരു അനുഗ്രഹത്തിന്റെ വാതില് അതുവഴിയായിട്ട് അടിച്ചു കളയുകയാണ്. ഒരുപക്ഷെ നീ ദൈവത്തെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ദൈവത്തിന് വില കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മറ്റു പലതിനോടും നീ പൂർണ്ണമായിട്ട് അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ, അതിനെ അതിജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, ചിലതിനോട് നീ നോ പറയുമ്പോൾ തന്നെ ദൈവം നിന്നെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതാണ് ജോസഫിനെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നത്. ഈ ജോസഫ് ഈ ജീവിതത്തിൽ ദൈവത്തെ മാനിക്കുന്നതിനായിട്ട് ജീവിതം മാറ്റിവെച്ചത്. ദാവീദിന്റെ ജീവിതം എടുക്കുമ്പോൾ അറിയാം, അപ്പൻ ജീവിതത്തില് തന്റെ മക്കൾക്ക് നൽകിയ സ്നേഹത്തില് അപ്പന് പ്രിയപ്പെട്ടവരുടെ ഗണത്തിൽ ഈ ദാവീദ് പെട്ടിട്ടില്ല. ജസയ്ക്ക് പ്രിയപ്പെട്ടവരുടെ ഗണത്തിൽ ദാവീദ് ചേർക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അപ്പൻ ഇവനെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്, ആടുകളെ മേയ്ക്കുക. അപ്പൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന് അവൻ വില കൊടുത്തത് കൊണ്ട്
ദൈവം അവനെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് മാറി. ഒരുപക്ഷെ അപ്പൻ വില കൊടുക്കാതെ തന്നെ എന്റെ ജീവിതത്തില് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തില് ജെസ്സേ തന്റെ മക്കളെ അപ്പൻ എനിക്ക് വില നൽകിയില്ലല്ലോ, അതുകൊണ്ട് ഈ ആടുകളെ നോക്കുന്നില്ല എന്ന മനോഭാവത്തോടു കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ദാവീദിനെ ദൈവം രാജാവാക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും പരിശോധിക്കുമ്പോൾ അറിയാം, വില കൊടുക്കുന്നവരെ ഒക്കെ ദൈവം പ്രത്യേകം മാനിച്ചിട്ടുണ്ട്. ദൈവം പത്രോസിനെ വിളിക്കുന്ന സന്ദർഭത്തില്, പത്രോസിനെ വിളിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, വലിയ മീൻ കിട്ടിയ സമയത്ത് നിൽക്കുന്ന സമയത്താണ് കർത്താവ് പത്രോസിനെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് പത്രോസിനെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി വലിയൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള ബന്ധത്തെ പ്രതി, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവമായിട്ടുള്ള ഐക്യത്തെ പ്രതി നീ വലിയൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന് വലിയ വിലയുണ്ടായിരിക്കും. നിന്നെ ആ തീരുമാനത്തിലൂടെ കർത്താവ് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും തീരുമാനമെടുക്കാനായിട്ട് നമുക്ക് വളരെയധികം അസ്വസ്ഥതയുണ്ട്. ഒരുപക്ഷെ മനുഷ്യരെ നമ്മൾ പേടിക്കാറുണ്ട്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മൾ പേടിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ പേടിക്കാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള പേടികളുടെ കൂട്ടത്തില് വരാതിരിക്കുന്ന ഒരു പേടിയാണ് ദൈവം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന് എന്ത് തോന്നും, അല്ലെങ്കിൽ ദൈവം ഇത് കാണുമല്ലോ. ഈ ഒരു പേടി, ഈ ഒരു ഭയം പലരെയും ഇത് സ്വാധീനിക്കാറില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം പറയാണ്, നീ നിന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ആദ്യം നീ ചിന്തിക്കേണ്ടത് ദൈവത്തെ കുറിച്ചാണ്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും ബലപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത്, ഞാൻ ഈ തീരുമാനമെടുത്താൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് എന്ത് സംഭവിക്കും, ദൈവകൃപയെ ലഭിക്കുന്നതിന് അത് തടസ്സമായിട്ട് തീരുമോ? ഈ ചിന്തയായിരിക്കണം നിന്റെ തീരുമാനത്തെ നയിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിന് നീ വില കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ ദൈവം നിനക്ക് വില തരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ ദൈവത്തിന് വില കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ തീരുമാനങ്ങളിൽ, നിന്റെ താല്പര്യങ്ങളില്, നിന്റെ പ്രവൃത്തികളില് ദൈവത്തിന്റെ ഇടപെടല് ശക്തമായിട്ടുണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തീരുമാനമെടുക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇത് എപ്രകാരമായിരിക്കും, ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായിരിക്കുമോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നീ ദൈവത്തിന് വില കൊടുക്കാൻ തുടങ്ങിയാൽ, വചനം അത് തന്നെയാണ്, വില കൊടുക്കും തോറും നീ ഭൂമിയിലുള്ള എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നിനക്ക് കൃപയുണ്ട്. അപ്പോൾ ദൈവത്തിന് വില കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിന്നെ ദൈവം വിലപ്പെട്ടവനായിട്ട് കാണും. രണ്ടാമതായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം ഏറ്റവും വിലപ്പെട്ടതായിട്ട് മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ തിക്താനുഭവങ്ങൾക്കും വേദനകൾക്കും ഒക്കെ അർത്ഥമുണ്ടാകും. ജീവിതത്തിൽ ദൈവത്തെ പ്രതി, ദൈവം ജീവിതത്തിന്റെ വിലപ്പെട്ടതായിട്ട് മാറുമ്പോൾ ആ ഒരു തീരുമാനത്തെ പ്രതിയുള്ള സഹനങ്ങളുണ്ട്. അബ്രാഹത്തിന് നേരിട്ട സഹനമുണ്ട്, അല്ലെങ്കിൽ ജോസഫിന് നേരിട്ട സഹനമുണ്ട്, യാക്കോബിന് നേരിട്ട സഹനമുണ്ട്, മോശയ്ക്ക് നേരിട്ടുള്ള സഹനമുണ്ട്. പക്ഷേ ഈ ഒരു തീരുമാനത്തെ പ്രതി ഏറ്റെടുത്ത സഹനങ്ങൾ ആർക്കു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിലപ്പെട്ട തീരുമാനത്തിന്റെ ഭാഗമായിട്ട്, അത് ദൈവത്തിനെ പ്രതിയുള്ള, ദൈവത്തെ മാനിച്ചുകൊണ്ടുള്ള തീരുമാനത്തിന്റെ പേരിൽ ഒരു സഹനം ഉണ്ടായാൽ, ഒരു വലിയ വേദന ഉണ്ടായാൽ അതിന് വളരെയധികം വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എടുക്കുന്ന തീരുമാനം ദൈവം ഏറ്റവും വിലപ്പെട്ടതായിട്ട് മാറുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ദുഃഖങ്ങൾക്കും, എല്ലാ സഹനങ്ങൾക്കും പ്രിയപ്പെട്ടവരെ അർത്ഥമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീന ഫൗസ്റ്റീനയുടെ ജീവിതത്തില് ഫൗസ്റ്റീനായെ ദൈവം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഈ വിളി തിരിച്ചറിഞ്ഞപ്പോൾ ഫൗസ്റ്റീനായ്ക്ക് ജീവിതത്തിൽ ദൈവം കാണിച്ചു കൊടുത്തു മനുഷ്യരുടെ പാപങ്ങളെ പ്രതി ദൈവം എത്രമാത്രം വേദനിക്കുന്നു. അതുകൊണ്ട് ദൈവ കരുണയ്ക്ക് വേണ്ടി നീ ഒരു ഉപകരണമാകണമെന്ന് ഫൗസ്റ്റീനായിട്ട് പറയുമ്പോൾ, ആത്മാക്കളെ നേടാൻ വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രഘോഷിക്കുവാനും കരുണയുടെ ചിത്രം പ്രചരിപ്പിക്കുവാനും ആത്മാക്കളെ നേടിയെടുക്കുവാൻ വേണ്ടി ഫൗസ്റ്റീന തന്റെ ജീവിതം തന്നെ മാറ്റിവെക്കുകയാണ്. തന്റെ സന്തോഷങ്ങൾ പോലും ആത്മാക്കളെ നേടിയെടുക്കാൻ വേണ്ടി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയെ ആശ്വസിപ്പിക്കാൻ, സഹനം സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ തയ്യാറായി. അതുകൊണ്ടാണ് വിശുദ്ധ ലൂസിയുടെ ഒക്കെ ജീവിതത്തില് ലൂസി ജസീന്തായി പറയുന്നുണ്ട്, ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ സഹനങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. ആ ജീവിതത്തിന്റെ അർത്ഥവും വിലയും നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ അമ്മ ആ മക്കളോട് പറയാണ്, നിങ്ങളെ ഈ കാലഘട്ടത്തിൽ ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നത് ഈശോയെ സ്നേഹിക്കുവാൻ വേണ്ടി, ആത്മാക്കളെ ഒരുക്കാനായിട്ടാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വില, അർത്ഥം ഇത് പൂർണ്ണമായിട്ട് തിരിച്ചറിയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില ദൈവത്തിന് കൊടുക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓർക്കുക, വില കൊടുക്കാതെ ആർക്കും അഭിഷേകം കിട്ടില്ല, വില കൊടുക്കാതെ ആർക്കും കൃപ കിട്ടിയേല. ജീവിതത്തിൽ എത്രമാത്രം വില കൊടുക്കുന്നുണ്ടോ, നീ അഭിഷേകം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തരും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവിതത്തിൽ ദൈവത്തെ വിലപ്പെട്ടവനായി കണ്ട് കർത്താവിന് സാക്ഷി വഹിക്കാനുള്ള ഒരു അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുക്കാത്ത, ഒരു ഭൗതിക ജീവിതത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തിന് വില കൊടുക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തെ കർത്താവ് സഹായിക്കും, രക്ഷിക്കും, ദൈവത്തിന് ഇടപെടുണ്ടാകും. അതിന് കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവിതത്തിൽ ദൈവത്തെ വിലപ്പെട്ടവനായിട്ട് കണ്ട് മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ നിരന്തരത്തിന്റെ സംരക്ഷണവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.